നേരെ കേരള നിയമസഭയിലേക്ക് വന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ സംഘർഷഭരിതമായി. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ചാടിക്കടന്നതോടെ സ്ഥിതി കൈവിട്ടു. പ്രതിപക്ഷ ബാനർ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചെടുത്തു. തിരിച്ചടികൾ മറയ്ക്കാൻ പ്രതിപക്ഷം ബോധപൂർവം കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയത് അപ്രതീക്ഷിതവും അസാധാരണവുമായ പ്രതിഷേധം. ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ സഭാ നടപടികളോട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു സർ. പിന്നാലെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പതിവ് പോലെ ബാനർ കൊണ്ട് സ്പീക്കറുടെ മുഖം മറച്ചു. വാച്ച് ആൻഡ് വാർഡിനെ തള്ളിമാറ്റി അൻവർ സാദത്ത് ഡയസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ കളം മാറി. സ്പീക്കർ എഴുന്നേറ്റുപോയി. അല്പനേരം കഴിഞ്ഞ് സഭ വീണ്ടും ചേർന്നപ്പോഴും സംഘർഷത്തിന്റെ തനിയാവർത്തനം. ഇത്തവണ ചാടിക്കടക്കാൻ ശ്രമിച്ചത് മാത്യു കുഴൽനാടനും PC വിഷ്ണുനാഥും. ഇതോടെ സ്പീക്കറും കടുപ്പിച്ചു. വാച്ച് ആൻഡ് വാർഡ് ബാനർ പിടിച്ചെടുത്തു. കയറാൻ ശ്രമിച്ച MLA-മാരുടെ നടപടി ശരിയായില്ല. ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ VD സതീശനെ ലക്ഷ്യമിട്ട് ഭരണപക്ഷം കടന്നാക്രമണം തുടങ്ങി. AI ക്യാമറ സ്പ്രിംഗ്ലർ കേസുകളിൽ ഇരു കവിളിലും അടികിട്ടിയ പ്രതിപക്ഷം പ്രശ്നമുണ്ടാക്കുന്നു എന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉന്നയിച്ച സംശയങ്ങൾ ഉയർത്തിയാണ് ഭരണപക്ഷത്തെ VD സതീശൻ ആക്രമിച്ചത്. സർ, കോടതി അതിശക്തമായി അന്വേഷണത്തിൽ SIT ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത്. SITയെ നിയന്ത്രിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ തൃപ്തിയിലെന്ന് പിണറായി വിജയൻ തിരിച്ചടിച്ചു. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം ആക്രമിച്ചെന്നും പിണറായി ആരോപിച്ചു. ഈ ബാനർ പിടിച്ചതിന്റെ ഭാഗത്ത് അങ്ങേ ഭാഗത്തിരിക്കുന്നയാള് ബാനറിന്റെ അറ്റത്തുള്ളൊരു വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ തല്ലുകയായിരുന്നു. വാച്ച് ആൻഡ് വാർഡ് നേരെ ഈ വടി ഉപയോഗിച്ച് തല്ലുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വാച്ച് ആൻഡ് വാർഡ് തടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കിയത്. ഇത് നേരെ ഞങ്ങളെല്ലാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സഭക്കകത്ത് ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചും പാരഡിപ്പാട്ട് പാടിയും മന്ത്രി V ശിവൻകുട്ടി പ്രതിപക്ഷത്തെ പരമാവധി പ്രകോപിപ്പിച്ചു. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. സ്പീക്കറെ ബാനർ കൊണ്ട് അന്ധനാക്കുന്നത് നീതീകരിക്കാൻ പറ്റില്ലെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ഇതോടെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.